വെള്ളമിറങ്ങാതെ ദുരിതം. മുത്തോലി ക്യാമ്പിൽ കുടുംബങ്ങൾ 8ാം ദിവസവും. വെള്ളപ്പൊക്കമുണ്ടായിട്ട് 8 ദിവസം പിന്നിട്ടിട്ടും മുത്തോലി പഞ്ചായത്തിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് വീടുകളിലേക്ക് മടങ്ങാനായില്ല. മീനച്ചിൽ താലൂക്കിലെ മുത്തോലി പഞ്ചായത്തിലെ 5, 11, 12 വാർഡുകളിൽപ്പെട്ട കുടുംബങ്ങളാണ് പ്രധാനമായും ക്യാമ്പിലുള്ളത്. താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിൽ പലതും വെള്ളം ഇറങ്ങാത്തതാണ് ഇവരുടെ മടക്കയാത്രയ്ക്ക് തടസ്സമാകുന്നത്. കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ക്യാമ്പിൽ കഴിയുന്നുണ്ട്. മുത്തോലി സെന്റ് ആന്റണീസ് സ്കൂളിൽ 1-ാം തീയതി രാവിലെ 11-നാണ് ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചത്. വെള്ളപ്പൊക്കത്തെ തുടർന്ന് വീടുകളിൽ താമസിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു ക്യാമ്പ് തുറന്നത്. 58ഓളം പ്രാദേശിക കുടുംബങ്ങളും 35ഓളം ഇതര സംസ്ഥാന തൊഴിലാളികളും ഉൾപ്പെടെ 188ഓളം പേർക്കാണ് ക്യാമ്പിൽ സൗകര്യമൊരുക്കിയിരിക്കുന്നത്. ഭൂരിഭാഗം കുടുംബങ്ങളും വീടുകളിലേക്ക് മടങ്ങിയെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം ഇറങ്ങാത്തതിനാൽ 4-5 കുടുംബങ്ങൾ ഇപ്പോൾ ക്യാമ്പിൽ തുടരുകയാണ്. ക്യാമ്പിലുള്ളവർക്ക് ഭക്ഷണവും മറ്റ് അവശ്യ സാധനങ്ങളും പഞ്ചായത്ത് നേതൃത്വത്തിൽ മുടക്കമില്ലാതെ എത്തിക്കുന്നുണ്ട്. പ്രാദേശികമായി സാധനങ്ങൾ ശേഖരിച്ചും സ്പോൺസർമാരുടെ സഹായത്തോടെയുമാണ് ഭക്ഷണ വിതരണം നടത്തുന്നത്. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ഓഫീസർമാർ, ഹോമിയോ, ആയുർവേദ വിഭാഗങ്ങൾ, മുത്തോലി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർ, ആശാപ്രവർത്തകർ എന്നിവരുടെ സേവനവും ക്യാമ്പിൽ ലഭ്യമാണ്. പഞ്ചായത്ത് ജനപ്രതിനിധികൾ, സെക്രട്ടറി, ജീവനക്കാർ, വില്ലേജ് ഓഫീസറും ജീവനക്കാരും, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ ഏകോപനത്തിലാണ് ക്യാമ്പിന്റെ പ്രവർത്തനം. പഞ്ചായത്ത് പ്രസിഡന്റ് റൂബി ജോസ്, വൈസ് പ്രസിഡന്റ് രാജൻ മുണ്ടമറ്റം, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റെജിമോൻ ഐക്കര എന്നിവർ ക്യാമ്പ് സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ദുരിതബാധിതർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ടെന്നും ക്യാമ്പിന്റെ പ്രവർത്തനം സുഗമമായി തുടരുകയാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് റൂബി ജോസ് പറഞ്ഞു. മുത്തോലി പഞ്ചായത്തിൽ കഴിഞ്ഞ 1-ാം തീയതി മുതൽ മുത്തോലി പഞ്ചായത്തല്ല, കേരളം മുഴുവൻ വ്യാപിച്ച ജലപ്രളയത്തിൽ മുത്തോലി പഞ്ചായത്തിൻ്റെ 5-ാം വാർഡും 11-ാം വാർഡും 12-ാം വാർഡും ഉൾപ്പെടെ ഉള്ള പാലത്തിന് ഇരുവശങ്ങളും താമസിക്കുന്ന കുടുംബങ്ങളിൽ വളരെ നല്ല രീതിയിൽ വെള്ളം കയറുകയും അവർക്ക് വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തപ്പോൾ നമ്മുടെ ഈ സെന്റ് ആന്റണീസ് സ്കൂളിൽ കഴിഞ്ഞ 1-ാം തീയതി രാവിലെ 11 മണി മുതൽ നമ്മളിവിടെ ക്യാമ്പ് പ്രവർത്തനം ആരംഭിച്ചു. ഏകദേശം 58ഓളം കുടുംബങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൂടാതെ 35ഓളം അന്യസംസ്ഥാന തൊഴിലാളികളും ഇവിടെ താമസിക്കാനുണ്ടായിരുന്നു. 188ഓളം അംഗങ്ങൾ, കുട്ടികളും മാതാപിതാക്കന്മാരും എല്ലാവരും ഉൾപ്പെടെ ഒരു 188ഓളം കുടുംബങ്ങളുണ്ടായിരുന്നു. ഇന്നിപ്പം ക്യാമ്പിൻ്റെ 8ാമത്തെ ദിവസമാണ്. ഇനി കുറച്ചധികം കുടുംബങ്ങൾ ക്യാമ്പിൽ നിന്ന് തിരികെ പോയി. എന്നാലും ഒരു 4-5 കുടുംബങ്ങൾക്ക് വീട്ടിലേക്ക് തിരിച്ചെത്താൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോഴും നിലവിലുള്ളത്. ആ ഭാഗങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടില്ല. ഇതുവരെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും വില്ലേജിൻ്റെ ഭാഗത്തുനിന്നും ഞങ്ങൾ ജനപ്രതിനിധികളെ എല്ലാവരും ഒത്തൊരുമയോടുകൂടി തന്നെ അവർക്ക് വേണ്ടത്ര സൗകര്യങ്ങളെ ഒരുക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. ഐ4A ന്യൂസ്, പാലാ.